ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള മീൻകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബയോ. അപ്പോൾ നമ്മൾ മീൻ കഴുകി മുറിച്ച് മസാലയൊക്കെ തേച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലിട്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, പിന്നെ ഒരു പിഞ്ച് വിനാഗിരി. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നന്നായിട്ട് പെരക്കി കുറച്ച് ഉപ്പ് സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഉരുള പുളി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്, പിന്നെ കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, പിന്നെ അതിൽ മെയിൻ താരം തക്കാളിയും പച്ചമുളകും. ഇത് ഇത്രയാണ് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പം പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഒരു കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണ്ടേ. അതെന്ന് വെച്ചാൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ തക്കാളിയും പച്ചമുളകും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വഴണ്ട് വന്ന തക്കാളിയും പച്ചമുളകിലേക്കും ഒരു പിടി കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ആ ഇഞ്ചിൻ്റെയും തക്കാളിൻ്റെയും ടേസ്റ്റ് ഒന്ന് അതിന് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എരിവനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പുളീൻ്റെ വെള്ളം ഒരു ലൈറ്റായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു ടേസ്റ്റ് എത്തിക്കുക. അതായത് ഒന്നിങ്ങനെ ഇളക്കി അതിൻ്റെ ഒരു പാകമാക്കി വെക്കുക. അതിന് ശേഷം കുറച്ചുകൂടി പുളി അതിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി പിഴിഞ്ഞ് നമ്മുടെ കറിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിയും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കണം. അത് ഇളക്കി അതിൻ്റെ ഒരു ടേസ്റ്റ് അതിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ മസാലയൊക്കെ പെരക്കി വെച്ചിരിക്കുന്ന മീൻ നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഇളക്കണേ. ലൈറ്റായിട്ട് ഇളക്കി വെച്ച മീനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോൾ കുറുകി വരാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം കുറച്ചൊരധികം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പുണ്ടോ നോക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലിട്ട് ഇളക്കരുത്, കാരണം നമ്മൾ മീൻ ഉടഞ്ഞു പോകും. ഒന്നാമത് കുക്കാവുന്ന സമയമല്ലേ. അപ്പം കുറച്ച് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു മൂടി വെച്ച് അടച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടി തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് വരുന്നതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഞാനെടുത്ത് ചതച്ചതുണ്ട്, അതും കൂടി ഈ തിളച്ച് വരുന്നതിലേക്ക് ഇടുന്നുണ്ട്. പിന്നീട് നമ്മളതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണയും നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണേൻ്റെയും വെളുത്തുള്ളീൻ്റെയും ഒക്കെ മണവും ടേസ്റ്റും ഒക്കെ ആവും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി അതിന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടോ, ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ടേസ്റ്റ് നോക്കിയതിൽ എനിക്ക് ഉപ്പും എരിവും കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും പിന്നീട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കി ഒന്ന് സെറ്റാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയും നാടൻ ചില്ലിയും കൂടി മിക്സാണ്. എന്നാലേ എരിവും കളറും നമുക്കൊന്നൊരു ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ. എൻ്റെ വീട്ടിലെ എല്ലാ കറിക്കും യൂസ് ചെയ്യുന്നത് ഈ ഒരു പൗഡർ തന്നെയാണ്. ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ കറി ഒന്നും കൂടി ഇളക്കി അടച്ചു വെക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് നമ്മുടെ കറിയുടെ സെറ്റായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ് വേണ്ടേ കറി ഉണ്ടാക്കാൻ. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഞാനിതൊരു ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.